പെർമ്യൂട്ടേഷൻസിൻ്റെ 4ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പെർമ്യൂട്ടേഷൻ എന്താണെന്ന് പഠിക്കുകയും പെർമ്യൂട്ടേഷൻ്റെ വിവിധ പ്രോബ്ലങ്ങൾ ചെയ്തു. അതിൻ്റെ തുടർച്ചയായിട്ടുള്ള പ്രോബ്ലംസാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ചെയ്യാൻ പോകുന്നത്. നമ്മൾ പഠിച്ചു NPR എന്ന് പറയുന്നത് നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ്സ് ആണ് ഓഫ് n ഡിഫറൻറ്റ് ഒബ്ജക്ട്സ് ടേക്കൺ ആർ അറ്റ് എ ടൈം. അതായത് ഡിഫറൻ്റ് ആയിട്ടുള്ള n ഒബ്ജക്ട്സ് ഉണ്ട്, അതിലൊരു സമയത്ത് r എണ്ണം എടുത്ത് അറേഞ്ച് ചെയ്യുമ്പോൾ ഉള്ള അറേഞ്ച്മെൻറ്റുകളുടെ എണ്ണമാണ് NPR. ഇനി n ഡിഫറൻ്റ് ഒബ്ജക്ട്സ് ഉണ്ട്, ഇത് എല്ലാം എടുത്ത് അറേഞ്ച് ചെയ്യുന്നുവെങ്കിൽ അറേഞ്ച്മെൻറ്റുകളുടെ എണ്ണം NPN ആണെന്നും NPN n ഫാക്ടോറിയൽ ആണെന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പ്രോബ്ലത്തിലേക്ക് വീണ്ടും വരാം. In how many ways letters of the word daughter can be arranged? ആണ് can be arranged if all the vowels are together, പിന്നെ all the vowels are not together. In how many ways letters of the word daughter can be arranged? daughter എന്ന വേർഡ്, ആ വേർഡിലെ ലെറ്റേഴ്സിനെ എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാമെന്ന് ഒരു കണ്ടീഷൻ ഉണ്ട്. ഇഫ് അതിൽ രണ്ട് പാർട്ടുണ്ട്. അതിൽ എ പാർട്ടിൽ പറഞ്ഞിരിക്കുന്ന all the vowels are together ആണ്. ബി പാർട്ടി പറഞ്ഞിരിക്കുന്നത് all the vowels are not together. അതായത് വൊവൽസ് എല്ലാം ഒരുമിച്ചായിരിക്കണം. എല്ലാ വൊവൽസ്, ഇവിടെ വൊവൽസ് എയും യുവും ഇയുമാണ് ഈ വേർഡിലുള്ള വൊവൽസ്. ഈ വൊവൽസ് എല്ലാം ഒരുമിച്ചായിരിക്കണം. എങ്കിൽ എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും? എല്ലാ വൊവൽസും ഒരുമിച്ചായിരിക്കണം, എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും? അതുപോലെ ഒരു കാര്യം കൂടി ചോദിച്ചിട്ടുണ്ട്, എല്ലാ വൊവൽസും കൂടെ ഒരുമിച്ച് വരാത്തത് all the vowels are not together. എല്ലാം കൂടെ ഒരുമിച്ച് വരുന്നില്ല. എല്ലാം കൂടെ ഒരുമിച്ച് വരുന്നില്ല എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം ഒരുമിച്ച് വരാം, അതിന് കുഴപ്പമില്ല. മൂന്നും കൂടെ ഒരുമിച്ച് വരുന്നില്ല. അങ്ങനെ വരാത്ത എത്ര അറേഞ്ച്മെൻ്റ് ഉണ്ടെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ പ്രോബ്ലത്തിൽ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ആദ്യം ടോട്ടൽ നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ്സ് കണ്ടുപിടിക്കുക. ടോട്ടൽ നമ്പർ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു കണ്ടീഷനും ഇല്ല, ഇതിലെല്ലാ ലെറ്റേഴ്സും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി അറേഞ്ച് ചെയ്യുകയാണ്. അറേഞ്ച് ചെയ്യുമ്പോഴുള്ള ടോട്ടൽ അറേഞ്ച്മെൻറ്റുകളുടെ എണ്ണം ആദ്യം നമ്മൾ കണ്ടുപിടിക്കും. പിന്നീട് ഈ വൊവൽസ് മൂന്നെണ്ണവും കൂടെ ഒരുമിച്ചാകുമ്പോൾ, 3 വൊവൽസ് ഒരുമിച്ചായിരിക്കണം, അങ്ങനെയുള്ള അറേഞ്ച്മെൻറ്റ്സിൻ്റെ എണ്ണം നമ്മൾ കണ്ടുപിടിക്കും. അതായത് എ പാർട്ടിൻ്റെ ആൻസർ കണ്ടുപിടിക്കും. ദെൻ ടോട്ടൽ അറേഞ്ച്മെൻറ്റ്സിൻ്റെ എണ്ണത്തിൽ നിന്ന് വൊവൽസ് ഒരുമിച്ച് വരുന്ന അറേഞ്ച്മെൻറ്റ്സിൻ്റെ എണ്ണം മൈനസ് ചെയ്യുമ്പോൾ വൊവൽസ് ഒരുമിച്ച് വരാത്ത അറേഞ്ച്മെൻറ്റ്സിൻ്റെ എണ്ണം, ദാറ്റ് മീൻസ് ബി പാർട്ടിൻ്റെ ആൻസർ കിട്ടും. അപ്പോൾ അത് നമ്മൾ ടോട്ടൽ അറേഞ്ച്മെൻറ്റ്. അതിന് വേണ്ടി നോക്കിയേ, ഇവിടെ എത്ര ലെറ്റേഴ്സ് ഉണ്ട് എണ്ണി നോക്കിയേ. DAUGHTER എന്നാണ്. 1 2 3 4 5 6 7 8 ലെറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ആകെ 8 ലെറ്റേഴ്സ്. ഈ 8 ലെറ്റേഴ്സിനെ അറേഞ്ച് ചെയ്യുകയാണ്. അപ്പോൾ ടോട്ടൽ ലെറ്റേഴ്സിൻ്റെ 8 തന്നെ അറേഞ്ച്മെൻറ്റിന് ഉപയോഗിക്കുന്നത് എല്ലാം ഉപയോഗിക്കുകയാണ്. അപ്പോൾ NPN ആണ്, ദാറ്റ് മീൻസ് 8P8. അതാണ് ടോട്ടൽ അറേഞ്ച്മെൻറ്റുകളുടെ എണ്ണം. അപ്പോൾ ദർ ആർ 8 ലെറ്റേഴ്സ്. ടോട്ടൽ നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ്സ് ഈസ് ഈക്വൽ ടു 8P8. NPN എന്ന് പറയുന്നത് n ഫാക്ടോറിയല. അപ്പോൾ 8P8 എന്ന് പറയുന്നത് 8 ഫാക്ടോറിയല. 8 ഫാക്ടോറിയലിൻ്റെ വാല്യൂ നമുക്കറിയാം. 8 × 7 × 6 × 5 × 4 × 3 × 2 × 1. ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 40,320 എന്ന് കിട്ടും. ഇതാണ് ടോട്ടൽ അറേഞ്ച്മെൻറ്റ്സിൻ്റെ എണ്ണം. ഇനി നമ്മൾ ചെയ്യാൻ പോണത് വൊവൽസ് ഒരുമിച്ചാവുന്ന അറേഞ്ച്മെൻറ്റ്സിൻ്റെ എണ്ണം. അതിന് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇപ്പോൾ ഇതിൽ ലെറ്റേഴ്സ് DAUGHTER ആണ്. അതിൽ എയും യുവും ഇയുമാണ് ഇവിടുത്തെ വൊവൽസ്. ഈ വൊവൽസ് ഒരുമിച്ചായിരിക്കണമെന്നാണ് പറഞ്ഞത്. ഈ വൊവൽസ് എ യു ഇ ഒഴിച്ച് പിന്നെ ബാക്കി എന്തൊക്കെ ലെറ്റേഴ്സ് അവിടെ ഉള്ളത്? പിന്നെ ഉള്ളത് D ഉണ്ട്, G ഉണ്ട്, H ഉണ്ട്, T ഉണ്ട്, R ഉണ്ട്. DGHTR കണ്ടോ, DGHTR. പിന്നെ വൊവൽസ് ഉണ്ട് AUE, അത് ഒരുമിച്ചായിരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനാദ്യം ചെയ്യാൻ പോകുന്നത്, ഈ ഒരുമിച്ചായിരിക്കണം എന്ന് പറഞ്ഞ ലെറ്റേഴ്സ് അതേതാ? വൊവൽസ്. അതേതൊക്കെയാ? എയും യുവും ഇയും. അതിനെ ഒരുമിച്ച് അറേഞ്ച് ചെയ്യാവൂ. എപ്പോഴും ഒരുമിച്ചായിരിക്കണം. ദാറ്റ് മീൻസ് ആ 3 ലെറ്ററുകളെ നമ്മൾ സിംഗിൾ ലെറ്ററായിട്ട്, ഒരു ലെറ്ററായിട്ട് കൺസിഡർ ചെയ്യും. വൊവൽസ് ഒരുമിച്ചായിരിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ആ 3 വൊവൽസിനെയും കൂടെ ഒന്നായി കൺസിഡർ ചെയ്യും. കാരണം അറേഞ്ച്മെൻറ്റിൽ ആ 3 എണ്ണം ഒരുമിച്ച് എടുത്ത് മാറ്റാൻ പറ്റും. ഒരെണ്ണം മാത്രം അവിടെ നിന്ന് എടുത്ത് മാറ്റാൻ കഴിയില്ല. കാരണം ഒരെണ്ണം മാത്രം എടുത്ത് മാറ്റിയാൽ ആ വൊവൽസ് ഒരുമിച്ചായിരിക്കില്ല. അപ്പോൾ അതിനെ 3നെയും കൂടെ ചേർത്ത് ഒരു ലെറ്ററായി കണക്കാക്കും. അപ്പോൾ അതിനെ 3നെയും കൂടെ ചേർത്ത് ഒരു ലെറ്ററായി കണക്കാക്കുമ്പോൾ അവിടെ പിന്നെ എത്ര ലെറ്റർ ഉണ്ടാവും? ബാക്കിയുള്ള ലെറ്ററുകൾ DGHTR 5 എണ്ണമാണ്. ഈ 5 എണ്ണത്തിൻ്റെ കൂടെ ഈ വൊവൽസ് 3 എണ്ണം ഉണ്ടെങ്കിലും അതിനെ ഒന്നായി കണക്കാക്കി. അപ്പോൾ 5ഉം 1ഉം 5
പ്ലസ് 1 6 ലെറ്റേഴ്സ് ഉണ്ട്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ടു ഫൈൻഡ് നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ് ഇൻ വിച്ച് ഓൾ ദ വൊവൽസ് ആർ ടുഗദർ, എല്ലാ വൊവൽസും ഒരുമിച്ച് വരുന്ന അറേഞ്ച്മെന്റ്സിന്റെ എണ്ണം കാണാൻ കൺസിഡർ ദ 3 വൊവൽസ് ആസ് 1 ലെറ്റർ, ആ 3 വൊവൽസിനെ ഒരു ലെറ്ററായി കണക്കാക്കുക. അപ്പോൾ then there are 6 letters. അപ്പോൾ 6 letters ഉണ്ട്. ഈ 6 ലെറ്റേഴ്സിനെ നമുക്ക് എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും? നമ്പർ ഓഫ് വേസ് ഓഫ് അറേഞ്ചിങ് ദീസ് ലെറ്റേഴ്സ്. ആകെ 6 ഉണ്ട്, ആ 6ഉം ഉപയോഗിക്കുകയാണ്. അപ്പോൾ നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ് എന്ന് പറയുന്നത് 6p6 ആണ്. 6p6 6 ഫാക്ടോറിയൽ ആണ്. ദാറ്റ് ഈസ് 6 into 5 into 4 into 3 into 2 into 1 equal to 720. ഇതാണ് അറേഞ്ച്മെന്റ്സിന്റെ എണ്ണം. ഇത് ഈ 3 വൊവലിനെ ഒന്നായി കണക്കാക്കിയുള്ള അറേഞ്ച്മെന്റുകളുടെ എണ്ണമാണ് 720. 720 അറേഞ്ച്മെന്റ്സ് ഉണ്ട്. ഇപ്പോൾ ഈ 720 അറേഞ്ച്മെന്റുകളിൽ ഞാൻ ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ അതിൽ ഒരു അറേഞ്ച്മെന്റ്, ഒരു എക്സാമ്പിൾ കാണിക്കുക. ഇപ്പൊ ഡി ജി എച്ച് എ യു ഇ ടി ആർ ഇതൊരു അറേഞ്ച്മെന്റാണ്. അപ്പോൾ വൊവൽസ് 3 ഒരുമിച്ചിരിക്കുക. ഇതുപോലത്തെ 720 അറേഞ്ച്മെന്റ്സ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ 720 ഒരു അറേഞ്ച്മെന്റ് ആണ് ഇരിക്കുന്നത്. നമ്മളിപ്പോൾ ചെയ്തത് ഈ 3 വൊവൽ ഉണ്ടല്ലോ, എ യു ഇ, ഈ 3 വൊവലുകളെ നമ്മൾ ഒന്നായിട്ട് കണക്കാക്കിയിരിക്കുക, ഒരു സിംഗിൾ ലെറ്ററായി കണക്കാക്കിക്കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ അറേഞ്ച്മെന്റ് എടുത്താൽ ഇതിനകത്ത് നമുക്ക് ഇനിയും മാറ്റം വരുത്താം. എങ്ങനെ മാറ്റം വരുത്താം? ഈ എ യു ഇ എന്ന് പറയുന്ന ആ 3 ലെറ്റേഴ്സ് അതിനെ പരസ്പരം മാറ്റിക്കൂടെ? ബാക്കി ലെറ്റർ ഒന്നും മാറ്റുന്നില്ല. ഡി മാറ്റുന്നില്ല, ജി മാറ്റുന്നില്ല, എച്ച് മാറ്റുന്നില്ല, ടി മാറ്റുന്നില്ല, ആർ മാറ്റുന്നില്ല. ഈ എ യു ഇ അതിനെ മൊത്തത്തിൽ അവിടെ നിന്നെടുത്ത് മാറ്റുന്നുമില്ല. പകരം അവിടെ തന്നെ നിർത്തിക്കൊണ്ട് ഈ എയും യുവും ഇയും അതിനെ മാത്രം പരസ്പരം മാറ്റുകയാണ്. എ യു ഇ എന്ന് പറയുമ്പോൾ 3 ലെറ്ററുകളുണ്ട്. ആ 3 ലെറ്ററുകളെ മാത്രം പരസ്പരം അവ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം. അതെത്ര രീതിയിൽ പറ്റും? 3 എണ്ണമുണ്ട്, 3ഉം അറേഞ്ച് ചെയ്യണമല്ലോ. അപ്പോൾ 3p3 വീതി പറ്റുമല്ലോ. അപ്പോൾ നൗ അറേഞ്ച് ദ 3 വൊവൽസ് എമംഗ് ദംസെൽസ്. എമംഗ് ദംസെൽസ് മീൻസ് അവയ്ക്കിടയിൽ പരസ്പരം മാറ്റുക. ദിസ് ക്യാൻ ബി ഡൺ ഇൻ 3p3 is equal to 3 factorial. 3 factorial means 1 into 2 into 3. That means 6 ways. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചേ, ഒന്നുകൂടി പറയാം. നമ്മൾ ചെയ്തത് ആ 3 വൊവൽസിനെ ഒന്നായി കണക്കാക്കി. അപ്പോൾ വൊവൽസ് അല്ലാതെ പിന്നെ 5 ലെറ്ററുകൾ ഉണ്ടായിരുന്നു. ഈ 5 എണ്ണത്തിന്റെ കൂടെ വൊവൽസിനെ ഒന്നായി കണക്കാക്കിയപ്പോൾ 5 + 1 6 ലെറ്റേഴ്സ് വന്നു. ആ 6 ലെറ്റേഴ്സിനെ അറേഞ്ച് ചെയ്യുന്ന നമ്പർ ഓഫ് വേസ് ഓഫ് അറേഞ്ചിങ് ദീസ് ലെറ്റേഴ്സ് എന്ന് പറയുന്നത് 6p6 ആണ്. അത് 6 ഫാക്ടോറിയൽ ആണ്. അതിന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചപ്പോൾ 720 എന്ന് കിട്ടി. അപ്പോൾ 720 അറേഞ്ച്മെന്റ് ഉണ്ട്. ഈ 720 അറേഞ്ച്മെന്റിന്റെ പ്രത്യേകത അവിടെ ഈ എ യു ഇ എ ഒരു സിംഗിൾ ലെറ്ററായി കണക്കാക്കിയിരിക്കുകയാണ്. ദാറ്റ് മീൻസ് അറേഞ്ച് ചെയ്യുന്ന സമയത്ത് ഇത് ഒരുമിച്ച് മാത്രമേ മാറ്റാൻ പറ്റൂ. എ യു ഇ എടുത്ത് ഇവിടെ ഇതിനിടയ്ക്ക് കൊണ്ടുവയ്ക്കുകയാണെങ്കിൽ ഇത് ഒരുമിച്ച് കൊണ്ട് ഈ ഡിക്കും ജിക്കും ഇടയ്ക്ക് വയ്ക്കാം, അല്ലെങ്കിൽ ജിക്കും എച്ചിനും ഇടയ്ക്ക് വയ്ക്കാം. അങ്ങനെ പറ്റും. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ബാക്കി ലെറ്ററുകളൊക്കെ സൗകര്യം പോലെ മാറ്റാം. പക്ഷെ ഇത് ഒരുമിച്ച് അങ്ങനെ ചെയ്തപ്പോഴാണ് 720 എന്ന് കിട്ടിയത്. പക്ഷെ അവിടെ കൊണ്ട് അറേഞ്ച്മെന്റ് പൂർണ്ണമാകുന്നില്ല. കാരണം ഈ 720 അറേഞ്ച്മെന്റുകൾ എടുക്കുമ്പോൾ ഇതിനകത്ത് ഒരു എക്സാമ്പിളായിട്ട് ഞാൻ ഒരു അറേഞ്ച്മെന്റ് പരിഗണിച്ചിരിക്കുക. ഇതൊരു എക്സാമ്പിളാണ്. ഇതുപോലത്തെ 720 എണ്ണമുണ്ട്. പക്ഷെ ഈ ഒരെണ്ണത്തിന് ഇനിയും നമുക്ക് മാറ്റം വരുത്താം. എങ്ങനെയാ? ഈ വൊവലുകളെ പരസ്പരം മാറ്റാം. അറേഞ്ച് ദ 3 വൊവൽസ് എമംഗ് ദംസെൽസ്. എമംഗ് ദംസെൽസ് മീൻസ് അവയ്ക്കിടയിൽ പരസ്പരം മാറ്റാം എന്ന് പറഞ്ഞാൽ എ യു ഇ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം. അല്ലാതെ എ മാത്രം എടുത്ത് ഇങ്ങോട്ട് മാറ്റാൻ പറ്റില്ല. അല്ലെങ്കിൽ എ യു ഇ മൊത്തത്തിലെടുത്ത് ഇപ്പുറത്തോട്ട് മാറ്റുകയല്ല. പിന്നെയോ ബാക്കിയെല്ലാം അതേ പൊസിഷനിൽ നിർത്തിക്കൊണ്ട് എ യു ഇയെ പരസ്പരം മാറ്റാം. അത് 3 എണ്ണമാണുള്ളത്. ആ 3 എണ്ണമാണ് മാറ്റുന്നതുകൊണ്ട് 3p3 വരും. ദാറ്റ് മീൻസ് 3 ഫാക്ടോറിയൽ വരും. ദാറ്റ് മീൻസ് 1 into 2 into 3 6 വരും. അപ്പോൾ ഇതാണ് പറഞ്ഞിരിക്കുന്നത്. Now arrange the 3 vowels among themselves. This can be done in 3p3 is equal to 3 factorial is equal to 1 into 2 into 3 equal to 6 ways. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ 720 എണ്ണത്തിൽ ഒരെണ്ണത്തിന്റെ കാര്യമായി പറഞ്ഞ അതിനെ 6 വേസിൽ വീണ്ടും മാറ്റാമെന്ന്. അപ്പോൾ ഈ ഒരെണ്ണം വീണ്ടും 6 എണ്ണമായി മാറും. ഇതുപോലത്തെ ഇതുപോലുള്ള ഓരോന്നും ഉണ്ട്. ഇതുപോലെ 720 എണ്ണമുണ്ട്, 720 എണ്ണമുണ്ട്. ഇതിൽ ഓരോന്നിലും ഇത് തന്നെയല്ലേ സംഭവിക്കുക. അടുത്ത മറ്റൊരു അറേഞ്ച്മെന്റ് എടുത്താൽ അവിടെയും ഈ എ യു ഇ ഒരുമിച്ച് നിൽക്കുക, വീണ്ടും അതിനെ പരസ്പരം മാറ്റാം. അപ്പോൾ അത് വീണ്ടും 6ആയി മാറും. അടുത്ത 3ാമതൊരെണ്ണം എടുത്താൽ അതും ഇതുപോലെ 6 അറേഞ്ച്മെന്റ്സ് ആയിട്ട് മാറും. അപ്പോൾ ഈ 720 എണ്ണത്തിൽ ഓരോന്നും ഇതുപോലെ 6 അറേഞ്ച്മെന്റ്സ് ആയിട്ട് മാറും. അപ്പോൾ മൊത്തം എത്ര എണ്ണം ഉണ്ടാവും? 7 ഓരോന്ന് 6 അങ്ങനെ 720 എണ്ണവും വരുമല്ലേ. അപ്പോൾ 720 into 6 ശരിക്കും അത് ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് ആണ്. കാരണം നമ്മൾ ആദ്യം എന്ത് ചെയ്തു? ആദ്യം നമ്മൾ ഈ 3 വൊവലിനെ ഒന്നായി കണക്കാക്കി.
അപ്പോൾ 6 ലെറ്റേഴ്സ് ഉണ്ട്, അതിനെ അറേഞ്ച് ചെയ്തു. അപ്പോൾ 6p6 6 ഫാക്ടോറിയൽ 720 എന്ന് കിട്ടി. 720 അറേഞ്ച്മെന്റ്സ് ഉണ്ടെന്ന് കിട്ടി. പക്ഷെ അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. ഈ 720 അറേഞ്ച്മെന്റുകളിൽ ഓരോന്നിലും പിന്നെയും നമുക്ക് മാറ്റം വരുത്താം. എന്ത് മാറ്റങ്ങൾ? ബാക്കി ലെറ്റേഴ്സിനെ ഒന്നും മാറ്റാതെ ഈ ഒരുമിച്ചിരിക്കുന്ന വൊവലുകളെ പരസ്പരം മാറ്റാം. അത് 3p3 ദാറ്റ് മീൻസ് 3 ഫാക്ടോറിയൽ, അതായത് 6 വേസിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ ആദ്യം ഒരുമിച്ച് ഒന്നായി കണക്കാക്കി അറേഞ്ച് ചെയ്തപ്പോൾ, വൊവൽസ് എല്ലാം കൂടെ ഒന്നായി കണക്കാക്കി അറേഞ്ച് ചെയ്തപ്പോൾ 720 എന്ന് കിട്ടി. ഈ തുടർന്ന് വൊവലുകളെ പരസ്പരം മാറ്റുമ്പോൾ അത് 6 വേസ് എന്ന് കിട്ടുന്നു. എങ്കിൽ ഇത് ഒരുമിച്ച് ചെയ്യുമ്പോൾ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ്, ഒരു കാര്യം m രീതിയിലും തുടർന്ന് മറ്റൊരു കാര്യം n രീതിയിലും ചെയ്യാമെങ്കിൽ രണ്ടും ഒരുമിച്ച് m into n. അപ്പോൾ 720 into 6 അതാണ് പറഞ്ഞിരിക്കുന്നത്. ബൈ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ്, number of arrangements in which all the vowels are together is equal to 720 into 6 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4320 എന്ന് കിട്ടും. അപ്പോൾ ഇത്തരം പ്രോബ്ലങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇതാണ്. ഇതിപ്പോൾ ലെറ്റേഴ്സിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഇതുപോലെ എന്തും പറയുമ്പോൾ ഈ ഒരുമിച്ചായിരിക്കണം എന്ന് പറയുന്നതിനെ ഒന്നായിട്ട് കണക്കാക്കുന്നു, ഒരെണ്ണമായി കണക്കാക്കുന്നു. ആ ഒരെണ്ണമായി കണക്കാക്കിയിട്ട് ബാക്കിയുള്ള എത്ര എണ്ണമുണ്ടോ അതിൻ്റെ കൂടെ ഈ ഒരെണ്ണത്തെ കൂടെ ചേർത്ത് വെച്ചുകൊണ്ട് നമ്മൾ ആദ്യം അറേഞ്ച്മെൻറ്റുകളുടെ എണ്ണം കണ്ടുപിടിക്കും. പക്ഷെ അവിടെ കൊണ്ട് നിർത്തില്ല. തുടർന്ന് ഈ ഒരുമിച്ചായിരിക്കണം എന്ന് പറയുന്നതിനെ പരസ്പരം മാറ്റി അറേഞ്ച് ചെയ്യുന്നു, അതിൻ്റെ എണ്ണവും കണ്ടുപിടിക്കുന്നു. ഈ രണ്ടെണ്ണങ്ങളും മൾട്ടിപ്ലൈ ചെയ്താൽ മതി, കാരണം രണ്ടും ചെയ്യണമല്ലോ. ആദ്യം ഒരുമിച്ചായിരിക്കണം എന്ന് പറയുന്നതിനെ ഒന്നായി കണക്കാക്കി അറേഞ്ച് ചെയ്തു. തുടർന്ന് ഇതിന് ഈ ഒരുമിച്ചായിരിക്കുന്നതിനെ പരസ്പരം മാറ്റി അറേഞ്ച് ചെയ്തു. രണ്ടും ഒരുമിച്ച് ചെയ്യുക. രണ്ടും കൂടി ചെയ്യുമ്പോൾ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ അനുസരിച്ച് രണ്ടിൻ്റെ നമ്പർ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഒരു കാര്യം m രീതിയിലും മറ്റൊന്ന് n രീതിയിലുമാണെങ്കിൽ രണ്ടും ഒരുമിച്ച് m into n. അതനുസരിച്ച് നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ് ഇൻ വിച്ച് ഓൾ ദ വൊവൽസ് ആർ ടുഗദർ ഈസ് ഈക്വൽ ടു 720 into 6 ആണ്. ദാറ്റ് മീൻസ് 4320. ഇവിടെ നമ്മൾ നേരത്തെ ടോട്ടൽ അറേഞ്ച്മെന്റ്സ് കണ്ടുപിടിച്ചിരുന്നു. ടോട്ടൽ അറേഞ്ച്മെന്റ്സ് ആദ്യം അത് കണ്ടുപിടിച്ചാൽ തുടങ്ങിയത് 40,320 എന്ന്. ഇപ്പോൾ നമ്മൾ വൊവൽസ് ഒരുമിച്ചായിരിക്കുന്ന അറേഞ്ച്മെന്റ്സിൻ്റെ എണ്ണം കണ്ടുപിടിച്ചു 4320. അപ്പോൾ വൊവൽസ് ഒരുമിച്ച് ആവാത്ത അറേഞ്ച്മെന്റിൻ്റെ എണ്ണം കാണാൻ ടോട്ടലിൽ നിന്ന് ഇത് മൈനസ് ചെയ്താൽ മതി. നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ് ഇൻ വിച്ച് ഓൾ ദ വൊവൽസ് ആർ നോട്ട് ടുഗദർ ഈസ് ഈക്വൽ ടു 40,320 മൈനസ് 4,320 ഈസ് ഈക്വൽ ടു 36,000. അതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ് അടുത്തത്. 6 boys and 4 girls are arranged in a row. In how many ways can they be arranged? They can be arranged if the girls are always together. B part, all the girls are not together. 6 boys and 4 girls are. In how many ways can they be arranged? The girls are always together ഉണ്ട്, girls are not together ഉണ്ട്. പക്ഷെ എന്തായാലും ആദ്യം നമുക്ക് ടോട്ടൽ അറേഞ്ച്മെന്റ്സ് കാണാം. ടോട്ടൽ അറേഞ്ച്മെന്റ്സ് കാണണമെങ്കിൽ 6 ബോയ്സും 4 ഗേൾസും ആകെ 10 പേരുണ്ട്. ഈ 10 പേരെയും അറേഞ്ച് ചെയ്യുകയാണ്. അപ്പോൾ അറേഞ്ച്മെന്റുകളുടെ എണ്ണം 10p10. ദാറ്റ് മീൻസ് 10 ഫാക്ടോറിയൽ ആണ്. അതാണ് ആദ്യം ചെയ്യുന്നത്. കണ്ടോ, ടോട്ടൽ നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ് ഇസ് ഈക്വൽ ടു 10p10, ദാറ്റ് ഈസ് 10 ഫാക്ടോറിയൽ. 10 ഫാക്ടോറിയൽ മീൻസ് 10 into 9 into 8 into 7 into 6 into 5 into 4 into 3 into 2 into 1 ആണ്. ദാറ്റ് ഈസ് 36,28,800 എന്ന് കിട്ടും. അത് ടോട്ടൽ അറേഞ്ച്മെന്റ്. ടോട്ടൽ അറേഞ്ച്മെന്റ് എടുക്കാൻ ടോട്ടൽ എത്ര പേരുണ്ടെന്ന് എടുത്തു. 6 boys and 4 girls. ടോട്ടൽ എത്ര പേരുണ്ടെന്ന് എടുത്തു 10 ആണ്. അപ്പോൾ 10p10 ആണ് അറേഞ്ച്മെന്റ്. 10 ഫാക്ടോറിയൽ ആണ്. ഇനി നമ്മൾ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് ഗേൾസ് ആർ ആൾവേസ് ടുഗദർ കണ്ടുപിടിക്കണം, ഗേൾസ് ആർ നോട്ട് ടുഗദർ. അതിൽ ഗേൾസ് ആർ നോട്ട് ടുഗദർ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എ പാർട്ട് ഗേൾസ് ആർ ഓൾവേസ് ടുഗദർ കണ്ടുപിടിച്ചിട്ട് ടോട്ടലിൽ നിന്ന് ആ എ പാർട്ടിൻ്റെ നമ്പർ ഓഫ് വേസ് മൈനസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്കിനി എ പാർട്ട് കാണാം. ഗേൾസ് ആർ ഓൾവേസ് ടുഗദർ. ഈ ഒരുമിച്ച് വരുന്ന കേസ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. 4 ഗേൾസ് ആണുള്ളത്, ആ ഗേൾസ് ഒരുമിച്ചായിരിക്കണം. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഈ 4 ഗേൾസിനെയും ഒരു വ്യക്തിയായിട്ട് ഒരാളായി കൺസിഡർ ചെയ്യുക. അപ്പോൾ 6 ബോയ്സും ഗേൾസ് 4 ഉണ്ടെങ്കിലും അവർ ഒരുമിച്ചിരിക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് അവരെ ഒന്നായി കണക്കാക്കി. അപ്പോൾ 6 ബോയ്സ് പ്ലസ് ഈ 1 കൂടെ ആകുമ്പോൾ 7 ആണ് ആകെ എണ്ണം. എന്നിട്ട് ആ 7നെയാണ് ആദ്യം അറേഞ്ച് ചെയ്യേണ്ടത്. കേട്ടോ, ടു ഫൈൻഡ് നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ് ഇൻ വിച്ച് ഓൾ ദ ഗേൾസ് ആർ ടുഗദർ. ഗേൾസ് ഒരുമിച്ചായിരിക്കുന്ന നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ് കാണാൻ കൺസിഡർ 4 ഗേൾ ആസ് 1 person, ഒറ്റ ആളായിട്ട് കണക്കാക്കുക. ദെൻ ദർ ആർ 7 persons, 7 പേരുണ്ട്. അപ്പോൾ നമ്പർ ഓഫ് വേസ് ഓഫ് അറേഞ്ചിങ് ദം എന്ത് വരും? ആകെ 7 പേരെ അറേഞ്ച് ചെയ്യുകയാണല്ലോ. അപ്പോൾ 7p7 ആണ്. npn എന്ന് പറയുന്നത് n ഫാക്ടോറിയലാണ്. അപ്പോൾ 7p7 എന്ന് പറയുന്നത് 7 ഫാക്ടോറിയൽ. ദാറ്റ് ഈസ് 7 into 6 into 5 into 4 into 3 into 2 into 1, ദാറ്റ് മീൻസ് 5040. ഇതാണ് അറേഞ്ച്മെന്റ്സ്. പക്ഷേ ഇവിടെ ചെയ്തത് എന്താ? 4 ഗേൾസിനെ ഒന്നായി കണക്കാക്കിയപ്പോഴാണ് ഇത് വന്നത്.
ഇപ്പം നേരത്തെ പ്രോബ്ലത്തിൽ ചെയ്ത രീതി ആലോചിച്ച് നോക്കിയേ. നമ്മൾ വോവൽസ് ഒരുമിച്ചായിരിക്കണം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ വോവൽസിനെ ഒന്നായി കണക്കാക്കി ആദ്യം അറേഞ്ച് ചെയ്തു, തുടർന്ന് വോവലിനെ പരസ്പരം അറേഞ്ച് ചെയ്തു, എന്നിട്ട് ഈ 2 നമ്പറും കൂടെ മൾട്ടിപ്ലൈ ചെയ്യല്ലേ ചെയ്തത്. അതുപോലെ തന്നെ ഇവിടെയും ചെയ്യണം. ആദ്യം നമ്മൾ 4 ഗേൾസിനെ ഒന്നായി കണക്കാക്കി, അപ്പോൾ 6 ബോയ്സും ഈ 1 കൂടെ ചേർത്ത് 7 പേരാണ്. അതിൻ്റെ അറേഞ്ച്മെൻറ്റുകളുടെ എണ്ണമാണ് 7p7 7 ഫാക്ടോറിയൽ 5040 എന്ന് പറഞ്ഞത്. ഇനി എന്ത് ചെയ്യണം? ഈ ഗേൾസിനെ ഒരു പരസ്പരം മാറ്റണം. അറേഞ്ച് ദ 4 ഗേൾസ് അമംഗ് ദംസെൽസ്. ആ ഗേൾസിനെ പരസ്പരം മാറ്റണം. അത് 4 പേരല്ലേ ഉള്ളത്, 4 പേരെ അറേഞ്ച് ചെയ്യല്ലേ. അപ്പോൾ അവരെ പരസ്പരം മാറ്റുന്ന എത്ര രീതിയിലാണ്? 4p4 ആണ്. ദാറ്റ് മീൻസ് 4 ഫാക്ടോറിയൽ. കണ്ടോ, നമ്പർ ഓഫ് വേസ് ഓഫ് അറേഞ്ചിങ് ഗേൾസ് എമംഗ് ദംസെൽസ് ഈസ് ഈക്വൽ ടു 4p4. ദാറ്റ് മീൻസ് 4 ഫാക്ടോറിയൽ. ദാറ്റ് ഈസ് 4 × 3 × 2 × 1. ദാറ്റ് മീൻസ് 24. ഇപ്പോൾ ഇനി നോക്കുക, ഗേൾസിനെ 4 ഗേൾസിനെ ഒന്നായി കണക്കാക്കിയിട്ട് അറേഞ്ച് ചെയ്തപ്പോൾ 5040 കിട്ടി. തുടർന്ന് ഗേൾസിനെ പരസ്പരം മാറ്റിയപ്പോൾ അത് 24 കിട്ടി. അപ്പോൾ ഇനി 2 കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ബൈ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ്, നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ് ഇൻ വിച്ച് ഓൾ ദ ഗേൾസ് ആർ ടുഗദർ ഈക്വൽ ടു, എല്ലാ ഗേൾസും ഒരുമിച്ചായിരിക്കണം എന്ന് പറയുന്ന നമ്പർ ഓഫ് അറേഞ്ച്മെന്റ് കാണാൻ ഇത് 2 കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 5040 × 24 മൾട്ടിപ്ലൈ ചെയ്യുക, 1,20,960 എന്ന് കിട്ടും. ഇനി നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ് ഇൻ വിച്ച് ആൾ ദ ഗേൾസ് ആർ നോട്ട് ടുഗദർ, ഒരുമിച്ച് അല്ലാത്ത അറേഞ്ച്മെന്റ്. അത് നമ്മൾ നേരത്തെ ടോട്ടൽ അറേഞ്ച്മെന്റ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ, 36,28,800. അതിൽ നിന്ന് ഈ ഒരുമിച്ചായിരിക്കണം എന്ന് പറയുന്ന അറേഞ്ച്മെന്റ്, ദാറ്റ് ഈസ് 1,20,960. അത് മൈനസ് ചെയ്താൽ മതി. ഒരുമിച്ചാവാത്ത അറേഞ്ച്മെന്റുകളുടെ എണ്ണം കിട്ടും. ഇതൊരു പ്രധാനപ്പെട്ട പ്രോബ്ലമാണ്. ഇതുപോലെ പല ടൈപ്പ് പ്രോബ്ലംസ് ഇതുപോലെ ചോദിക്കാം. ഒരുമിച്ചായിരിക്കണം എന്ന് പറയുന്നതും ഒരുമിച്ചാവരുത് എന്ന് പറയുന്നതും. അപ്പോൾ ഈ രീതിയിലാണ് പ്രോബ്ലം ചെയ്യേണ്ടത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണിത്. സാധാരണ ചോദിക്കാറുള്ള ക്വസ്റ്റ്യനുമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 6 boys and 4 girls are arranged in a row. In how many ways that can be arranged if no 2 girls are together? ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചോളാം. നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ്റെ ബി പാർട്ടിൽ all the girls are not together, all the girls are not together. ഇവിടെ പറയുന്നത് no 2 girls are together. ഇത് തമ്മിലുള്ള വ്യത്യാസമാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. 4 ഗേൾസ് ഉണ്ട്, പറയാണ് all the girls are not together എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? all the girls are together എന്ന് പറഞ്ഞാൽ 4 പേര് ഒരുമിച്ച് വരണം. all the girls are not together മീൻസ് 4 പേരും കൂടെ ഒരുമിച്ച് വരരുത് എന്ന് പറഞ്ഞാൽ അവിടെ 3 പേര് ഒരുമിച്ച് വരാം, 2 പേര് ഒരുമിച്ച് വരാം, അതിനൊന്നും പ്രശ്നമില്ല. 4 കൂടെ ഒരുമിച്ച് വരരുതെന്ന് മാത്രമേ ഉള്ളൂ. അത് കണ്ടുപിടിക്കാൻ ടോട്ടൽ അറേഞ്ച്മെന്റ്സിൻ്റെ എണ്ണം കണ്ടിട്ട് അതിൽ 4 പേരും കൂടെ ഒരുമിച്ച് വരുന്നതിന് അറേഞ്ച്മെന്റിൻ്റെ എണ്ണം മൈനസ് ചെയ്താൽ മതി. പക്ഷേ ഇപ്പോഴത്തെ ക്വസ്റ്റ്യനിൽ അതല്ല. നോ 2 ഗേൾസ് ആർ ടുഗദർ. 2 ഗേൾസ് പോലും ഒരുമിച്ച് വരാൻ പാടില്ല. ഗേൾസ് എപ്പോഴും പ്രത്യേകം സെപ്പറേറ്റഡ് ആയിരിക്കണം, ഒരുമിച്ച് വരരുത്. അങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അത് ചെയ്യുന്നത് മറ്റൊരു രീതിയിലാണ്. ഇവിടെ 6 ബോയ്സും 4 ഗേൾസുമാണല്ലോ ഉള്ളത്. ഇവിടെ ഗേൾസിൻ്റെ അറേഞ്ച്മെൻറ്റിലാണ് കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത്. എന്താ? നോ 2 ഗേൾസ് ആർ ടുഗദർ, ഗേൾസ് ഒരുമിച്ച് വരാൻ പാടില്ല എന്ന്. ബോയ്സിൻ്റെ അറേഞ്ച്മെൻറ്റിന് ഒരു കണ്ടീഷനും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ബോയ്സിനെ അറേഞ്ച് ചെയ്യുക. ഈ നോ 2 ഗേൾസ് ആർ ടുഗദർ വരുന്ന കേസാണ് പറയുന്നത്. ഓൾ ദ ഗേൾസ് ആർ നോട്ട് ടുഗദർ കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമ്മൾ ചെയ്തതാണ്. അത് ചെയ്യുന്ന രീതിയിലല്ല നോ 2 ഗേൾസ് ടുഗദർ ചെയ്യുന്നത്. രണ്ടിനെ വ്യത്യാസം ഞാൻ സൂചിപ്പിച്ചു. ഓൾ ദ ഗേൾസ് നോട്ട് ടുഗദർ മീൻസ് എല്ലാവരും കൂടെ ഒരുമിച്ച് വരാൻ പാടില്ല, 4 പേരും കൂടെ ഒരുമിച്ച് വരാൻ പാടില്ല, 3 പേരോ 2 പേരോ ഒക്കെ ഒരുമിച്ച് വരാം. പക്ഷേ നോ 2 ഗേൾസ് ടുഗദർ മീൻസ് 2 പേർ പോലും ഒരുമിച്ച് വരാൻ പാടില്ല. അത് ചെയ്യുന്ന രീതി വ്യത്യസ്തമാണ്. അവിടെ ആദ്യം ചെയ്യേണ്ടത് ബോയ്സിനെ അറേഞ്ച് ചെയ്യുന്നതിനാണ് കണ്ടീഷൻ പറയാത്തത്. പ്രത്യേകിച്ച് ഒരു കണ്ടീഷനും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ആരെ അറേഞ്ച് ചെയ്യുന്നതിനാണോ കണ്ടീഷൻ പറയാത്തത് അത് ആദ്യം അറേഞ്ച് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് അറേഞ്ച് 6 ബോയ്സ്. 6 ബോയ്സ് ഉണ്ട്, ആ 6 ആളുകളെ അറേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്പർ ഓഫ് വേസ് ഓഫ് അറേഞ്ചിങ് ദ ബോയ്സ് എന്ന് പറയുന്നത് 6p6 ആണ്. ദാറ്റ് മീൻസ് 6 ഫാക്ടോറിയൽ ആണ്. ദാറ്റ് മീൻസ് 6 × 5 × 4 × 3 × 2 × 1. ദാറ്റ് മീൻസ് 720. അപ്പോൾ 720 വേസിൽ ബോയ്സിനെ അറേഞ്ച് ചെയ്യാം. ഇനി തുടർന്നാണ് നമ്മൾ ഗേൾസിനെ അറേഞ്ച് ചെയ്യേണ്ടത്. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക. ഇപ്പോൾ 6 ബോയ്സിനെ ഇങ്ങനെ അറേഞ്ച് ചെയ്തെന്ന് വിചാരിക്കുക. 6 ബോയ്സ് ആയിരിക്കുന്നത്. ഗേൾസ് അറേഞ്ച് ചെയ്യാൻ പറഞ്ഞേക്കുന്നത് എന്താ? നോ 2 ഗേൾസ് ആർ ടുഗദർ. 2 ഗേൾസ് പോലും ഒരുമിച്ച് വരാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ഗേൾസിനെ എവിടെ ഇരുത്താം? ഗേൾസിനെ ഇരുത്താൻ വരുന്നത് ഇതിൻ്റെ ഇടയ്ക്കുള്ള പൊസിഷനിലാണ്. ഇതിനെവിടെ ഇരുത്താം? ഇവിടെ ഇരുത്താം, ഇവിടെ ഇരുത്താം, ഇവിടെ ഇരുത്താം, ഇവിടെ ഇരുത്താം, ഇനി അറ്റത്തിരുത്താം, ഈ അറ്റത്തും ഇരുത്താം. ഈ ബോയ്സിൻ്റെ ഇടയ്ക്കുള്ള പൊസിഷനിലോ 2 എൻഡിലോ മാത്രമാണ് ഗേൾസിന് ഇരുത്താൻ കഴിയുന്നത്. ആ ഗേൾസിനെ ഇരുത്താൻ കഴിയുന്ന പൊസിഷൻസാണ് ഒരു അക്രോസ് മാർക്ക് അല്ലെങ്കിൽ ഇൻടു മാർക്ക് ഇട്ടിരിക്കുന്നത്. എത്ര പൊസിഷൻ ഉണ്ടെന്ന് നോക്കിയേ. 1 2
3, 4, 5, 6, 7 ആ 7 പൊസിഷനുകളിൽ എവിടെ വേണമെങ്കിലും ഗേൾസിനെ ഇരുത്താം. അങ്ങനെ ഇരുത്തിയാൽ ഗേൾസ് 2 പേർ ഒരുമിച്ച് വരില്ല. നോ 2 ഗേൾസ് ടുഗദർ ദ കണ്ടീഷൻ സാറ്റിസ്ഫൈ. അപ്പോൾ 7 പൊസിഷൻസ് ആണ് ഉള്ളത്. 7 പൊസിഷൻസ് ഉണ്ടെങ്കിലും 7 പൊസിഷനിൽ ഇരുത്താൻ ഗേൾസ് 7 ഇല്ലല്ലോ, ഗേൾസ് 4 അല്ലേ ഉള്ളൂ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, 7 പൊസിഷൻസ് ഉണ്ട്, അവിടെ 4 പേരെ അറേഞ്ച് ചെയ്യണം. ദാറ്റ് മീൻസ് ഈ 7 പൊസിഷനിൽ ഏതെങ്കിലും 4 എണ്ണം നമ്മൾ എടുത്താൽ മതി എന്നാ. അപ്പോൾ എന്താണ് NPR? N എണ്ണമുണ്ട്, അതിൽ 6 എണ്ണം എടുക്കുന്നുവെങ്കിൽ അറേഞ്ച്മെൻറ്റുകളുടെ NPR എന്ന് പറയുന്നത് പോലെ 7 പൊസിഷൻസ് ഉണ്ട്, അതിൽ 4 പൊസിഷനിലേ ഇരുത്താൻ പറ്റൂ. കാരണം 4 ഗേൾസ് അല്ലേ ഉള്ളൂ, അപ്പോൾ 4 പൊസിഷനിലേ ഇരുത്താൻ കഴിയുള്ളൂ. അപ്പോൾ അറേഞ്ച്മെൻറ്റുകളുടെ എണ്ണം 7p4 ആണ്. നൗ ദ 4 ഗേൾസ് ക്യാൻ ബി അറേഞ്ച്ഡ് in 7 positions indicated by the cross symbol അല്ലെങ്കിൽ ഇൻറ്റു സിമ്പൽ കാണിച്ചിരിക്കുന്ന ആ 7 പൊസിഷനുകളിലാണ് ഗേൾസിന് ഇരുത്താൻ കഴിയുന്നത്. therefore number of ways of arranging girls is equal to 7p4. 7p4 നമുക്കറിയാം, 7ൽ തുടങ്ങി 4 എണ്ണം എഴുതണം. that means 7 into 6 into 5 into 4 that is 840 ആണ്. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, നമ്മൾ ആദ്യം എന്താ ചെയ്തത്? ഇവിടെ ആദ്യം ചെയ്തത് ബോയ്സിനെ അറേഞ്ച് ചെയ്യാനാണ് കണ്ടീഷൻ ഉണ്ടാവാതിരുന്നത്. ആ 6 ബോയ്സിനെ അറേഞ്ച് ചെയ്തു. ആ 6p6 ആണ്, ദാറ്റ് മീൻസ് 6 ഫാക്ടോറിയൽ ആണ്. 720 വേസിൽ ബോയ്സിനെ അറേഞ്ച് ചെയ്തു. തുടർന്ന് നമ്മൾ ഗേൾസിനെ അറേഞ്ച് ചെയ്യണം. ഗേൾസിനെ അറേഞ്ച് ചെയ്യാൻ 6 ബോയ്സിനെ ഇരുത്തി കഴിയുമ്പോൾ ഇതിനിടയ്ക്ക് വരുന്ന പൊസിഷനുകളും 2 അറ്റത്തുമാണ് ഗേൾസിനെ ഇരുത്താൻ കഴിയുന്നത്. അങ്ങനെ 7 പൊസിഷൻ ഉണ്ട്. 7 പൊസിഷൻ ഉണ്ടെങ്കിലും ഗേൾസ് 4 ഉള്ളൂ, അപ്പോൾ 4 പൊസിഷനിലെ ആളെ ഇരുത്താൻ പറ്റും. അപ്പോൾ 7p4 ആണ്. അത് കണ്ടുപിടിച്ചപ്പോൾ എന്ത് കിട്ടി? 840 എന്ന് കിട്ടി. ഇനി നോക്കുക, അപ്പോൾ ആദ്യം ബോയ്സിനെ അറേഞ്ച് ചെയ്തു, ആ 720 വേസിൽ അറേഞ്ച് ചെയ്തു. തുടർന്ന് നമ്മൾ ഗേൾസിനെ അറേഞ്ച് ചെയ്തു, അത് 840 വേസിൽ അറേഞ്ച് ചെയ്തു. ഇവിടെയും ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് വരികയാണ്. ഒരു കാര്യം M രീതിയിലും മറ്റൊന്ന് N രീതിയിലുമാണെങ്കിൽ രണ്ടും ഒരുമിച്ച് M into N രീതിയിൽ ചെയ്യാം. അപ്പോൾ ബോയ്സിനെ 720 വേസിലും തുടർന്ന് ഗേൾസിന് 840 വേസിലും അറേഞ്ച് ചെയ്യാം. അതുകൊണ്ട് ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് അനുസരിച്ച് നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ് ഇൻ വിച്ച് നോ 2 ഗേൾസ് ആർ ടുഗദർ ഈസ് ഈക്വൽ ടു 720 into 840. അത് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 6,04,800 എന്ന് കിട്ടി. അപ്പോൾ ഈ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് 2 ടൈപ്പ് നമ്മൾ ചെയ്തു. ഒന്ന്, എല്ലാവരും ഒരുമിച്ച്, എല്ലാ ഗേൾസും ഒരുമിച്ച് വരണം. അത് 2, എല്ലാ ഗേൾസും ഒരുമിച്ച് വരരുത്. ആൾ ദ ഗേൾസ് ആർ ടുഗദർ, ആൾ ദ ഗേൾസ് ആർ നോട്ട് ടുഗദർ. ഇപ്പോൾ ചെയ്തത് നോ 2 ഗേൾസ് ആർ ടുഗദർ, 2 പേർ പോലും ഒരുമിച്ച് വരരുത്. അല്ല, ആൾ ദ ഗേൾസ് ആർ ടുഗദർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു. ഗേൾസിനെ ഒന്നായി കണക്കാക്കുന്നു, ബോയ്സിൻ്റെ എണ്ണത്തിൻ്റെ കൂടെ ഈ ഒന്നും കൂടെ കൂട്ടി ആദ്യം അറേഞ്ച് ചെയ്യുന്നു, തുടർന്ന് ഗേൾസിനെ അറേഞ്ച് ചെയ്യുന്നു, 2 നമ്പർ കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ആൾ ദ ഗേൾസ് ടുഗദർ കിട്ടും. ആദ്യം നമ്മൾ ടോട്ടൽ അറേഞ്ച്മെൻറ്റ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ആൾ ദ ഗേൾസ് ടുഗദർ എണ്ണം മൈനസ് ചെയ്യുമ്പോൾ ആൾ ദ ഗേൾസ് നോട്ട് ടുഗദർ കിട്ടും. പക്ഷേ നോ 2 ഗേൾസ് ടുഗദർ അങ്ങനെയല്ല ചെയ്യുന്നത്. അത് ഇപ്പം ഇവിടെ നോ 2 ബോയ്സ് ടുഗദർ എന്നായിരുന്നെങ്കിൽ ആദ്യം ഗേൾസിനെ അറേഞ്ച് ചെയ്യും, എന്നിട്ട് അതിനിടയ്ക്കുള്ള പൊസിഷനുകളിലും 2 അറ്റത്തുമായി ബോയ്സിനെ അറേഞ്ച് ചെയ്യും. എപ്പോഴും റെസ്ട്രിക്ഷൻ പറയാത്തതാണ് ആദ്യം അറേഞ്ച് ചെയ്യേണ്ടത്. അപ്പോൾ അതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തനിയെ ചെയ്യാവുന്നതാണ്. ഹോംവർക്കായിട്ട് ഞാൻ തരികയാണ്, ജസ്റ്റ് ഒരു ഹിൻഡ് തരാം, അത് വെച്ച് നിങ്ങൾ ചെയ്തോളാം. In how many ways the letters of the word equation can be arranged if no 2 consonants are together? കൺസണന്റ് 2 എണ്ണം പോലും ഒരുമിച്ച് വരാൻ പാടില്ല. ഈ വേർഡിനകത്ത് വവൽസ് ഏതൊക്കെയാ? ഇ ഉണ്ട്, യു ഉണ്ട്, എ ഉണ്ട്, ഐ ഉണ്ട്, ഒ ഉണ്ട്. കൺസണൻസ് മീൻസ് വവൽസ് അല്ലാത്ത ക്യൂ ഉണ്ട്, ടി ഉണ്ട്, എൻ ഉണ്ട്. നോ 2 കൺസണൻസ് ടുഗദർ എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? വവൽസ് അറേഞ്ച് ചെയ്യാനാണ് കണ്ടീഷൻ ഇല്ലാത്ത. വവൽസ് 5 എണ്ണം ഉണ്ട്. ഇ യു എ ഐ ആണ് വവൽസ്. ആ 5 എണ്ണത്തെ അറേഞ്ച് ചെയ്യണം. അത് 5p5 ആണ്. ദാറ്റ് മീൻസ് 5 ഫാക്ടോറിയൽ ആണ്. തുടർന്ന് എന്ത് ചെയ്യണം? ഇനിയാണ് കൺസണൻസിനെ അറേഞ്ച് ചെയ്യേണ്ടത്. കൺസണൻസ് ഒരുമിച്ച് വരരുതെന്നാ. 3 കൺസണൻസ് ഉള്ള ക്യൂവും ടി യു എന്നും. പക്ഷെ എത്ര പൊസിഷൻസ് ഉണ്ട് അറേഞ്ച് ചെയ്യാൻ? ഒരുമിച്ച് വരരുതെന്നാ. അപ്പോൾ ഈ അറ്റത്ത് വയ്ക്കാം, ഇവിടെ വയ്ക്കാം, ഇവിടെ വയ്ക്കാം, ഇവിടെ വയ്ക്കാം, ഇവിടെ വയ്ക്കാം, ഈ അറ്റത്ത് വയ്ക്കാം. അപ്പോൾ ഇടയ്ക്കും വയ്ക്കാം, അറ്റത്ത് വയ്ക്കാം. അപ്പോൾ എത്ര പൊസിഷൻസ്? 1 2 3 4 5 6 പൊസിഷൻസ്. പക്ഷെ അവിടെ അറേഞ്ച് ചെയ്യാൻ കൺസണൻസ് 3 എണ്ണമേ ഉള്ളൂ. പൊസിഷൻ 6 ഉണ്ടെങ്കിലും 3 പൊസിഷനിലെ വെക്കാൻ പറ്റൂ. അപ്പോൾ 6p3. ദെൻ ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 5 into 6p3. നിങ്ങൾക്ക് ആ രീതിയിൽ ഈ ഹോംവർക്ക് നിങ്ങൾക്ക് ചെയ്യാം. ഞാൻ ആ ഹിൻഡ് തന്നു കഴിഞ്ഞു, അത് ഉപയോഗിച്ച് ചെയ്താൽ മതി. അടുത്ത 5 boys and 4 girls are arranged in a row. In how many ways can they be arranged if the boys and girls must alternate? മസ്റ്റ് ആൾട്ടർനേറ്റ് എന്ന് പറയുമ്പോൾ ഒന്നിടവിട്ടായിരിക്കണം. ഒരു ബോയ് ഒരു ഗേൾ, ഒരു ബോയ് ഒരു ഗേൾ, ആ രീതിയിൽ വരണമെന്നാണ് ആൾട്ടർനേറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത്
ഫസ്റ്റ് നമ്മൾ ബോയ്സിനെ അങ്ങ് അറേഞ്ച് ചെയ്യണം. 5 ബോയ്സാണ്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ആൾട്ടർനേറ്റ് ആണ്. അപ്പം 2 പേരുടെ അറേഞ്ച്മെൻറ്റിലും കണ്ടീഷനുണ്ട്. അങ്ങനെ വരുമ്പോൾ ചെയ്യേണ്ടത് ആരാണോ കൂടുതലുള്ളത് ആ കൂടുതലുള്ളതിനെ ആദ്യം അറേഞ്ച് ചെയ്യണം. ബോയ്സാണ് കൂടുതലുള്ളത്, അതിനെ ആദ്യം അറേഞ്ച് ചെയ്യണം. 5 ബോയ്സാണ്, അപ്പോൾ 5p5 എന്ന് വരും. ദാറ്റ് മീൻസ് 5 ഫാക്ടോറിയൽ എന്ന് വരും. ഇനിയാണ് നമ്മൾ ഗേൾസിനെ അറേഞ്ച് ചെയ്യേണ്ടത്. ഗേൾസിനെ അറേഞ്ച് ചെയ്യുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ട കാര്യം നോ 2 ബോയ്സ് ആർ ടുഗദർ എന്ന് പറഞ്ഞു. ഇപ്പോൾ 5 ബോയ്സിനെ നമ്മൾ ഇരുത്തി. ഇനി ഗേൾസിന് 4 ഗേൾസാണുള്ളത്. അവരെ അറേഞ്ച് ചെയ്യുമ്പോൾ ഏതൊക്കെ പൊസിഷനിൽ ഇരുത്താം എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് നോക്കാം. ഈ ലെഫ്റ്റ് എൻഡിൽ ഒരു ഗേളിനെ ഇരുത്താൻ പറ്റുമോ? ലെഫ്റ്റ് എൻഡിൽ ഒരാളിനെ ഇരുത്തിയാൽ 4 ഗേൾസാണ് ഉള്ളത്, ഇനി 3 പേരേ ഉള്ളൂ. ആ 3 പേരിൽ നമ്മൾ ഒരാളിനെ ഇവിടെ ഇരുത്തുന്നു, രണ്ടാമത്തെ ആളിനെ ഇവിടെ ഇരുത്തുന്നു, മൂന്നാമത്തെ ആളിനെ ഇവിടെ ഇരുത്തി കഴിഞ്ഞാൽ ഇവിടെ ഇരുത്താൻ ആളില്ല. അങ്ങനെ വരുമ്പോൾ ബോയ്സ് 2 പേരും ഒരുമിച്ചായി പോകും. അപ്പോൾ ഈ ലെഫ്റ്റ് എൻഡിൽ വെക്കാൻ പറ്റില്ല. റൈറ്റ് എൻഡിൽ വെച്ചാൽ ഇതേ പ്രശ്നം. റൈറ്റ് എൻഡിൽ ഒരു ഗേൾ ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ വന്നു 2, 3, 4, അപ്പോഴും 2 ബോയ്സ് ഒരുമിച്ചാവും. അപ്പോൾ ഈ 2 എൻഡിലും കഴിയില്ല. പിന്നെ എവിടെയൊക്കെ കഴിയുള്ളൂ? ഇടയ്ക്ക് മാത്രമേ കഴിയുള്ളൂ. ഇടയ്ക്ക് എന്ന് പറയുമ്പോൾ ഏതൊക്കെയുണ്ട്? 1, 2, 3, 4 പൊസിഷനിലേ പറ്റൂ. നേരത്തെ നമ്മൾ ചെയ്ത പ്രോബ്ലത്തിൽ നോ 2 ഗേൾസ് ടുഗദർ, 2 ഗേൾസ് ഒരുമിച്ച് വരരുതെന്നാണ് പറഞ്ഞ. ബോയ്സ് ഒരുമിച്ച് വരരുതെന്നും ഉണ്ടായിരുന്നില്ല ആദ്യം തൊട്ട് മുമ്പ് ചെയ്ത പ്രോബ്ലത്തിൽ. അവിടെ നമുക്ക് 2 എൻഡിലും ഗേൾസിനെ ഇരുത്താമായിരുന്നു. ഇവിടെ നോക്കൂ, ഈ ക്വസ്റ്റ്യൻ നോക്കൂ, നോ 2 ഗേൾസ് ടുഗദർ. അപ്പോൾ നമുക്ക് ഈ എൻഡിൽ ഗേളിനെ ഇരുത്താൻ കുഴപ്പമൊന്നുമില്ല. കാരണം നോ 2 ഗേൾസ് ടുഗദറെ പറഞ്ഞിട്ടുള്ളൂ, ബോയ്സ് ഒരുമിച്ച് വരരുതെന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഈ 2 എൻഡിൽ ഇരുത്തിയാലും പ്രശ്നമൊന്നുമില്ല. 4 ഗേൾസ് അല്ലേ, ഇപ്പോൾ ഈ 2 എൻഡിൽ ഇരുത്തിയാലും എവിടെയെങ്കിലും ബോയ്സ് ഒരുമിച്ച് വരുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ബോയ്സ് ഒരുമിച്ച് വരാൻ പാടില്ല. ആൾട്ടർനേറ്റാണ് പറഞ്ഞേക്കുന്നത്. ആൾട്ടർനേറ്റ് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഈ 2 എൻഡിലും ഗേൾസിനെ ഇരുത്താൻ പറ്റില്ല. കാരണം അങ്ങനെ 2 എൻഡിൽ ഇരുത്തിയാൽ ബോയ്സ് ഒരുമിച്ചായിപ്പോവും, ആൾട്ടർനേറ്റ് ആവില്ല. അതുകൊണ്ട് നമുക്ക് എവിടെയൊക്കെ പറ്റും? ഈ ഇടയ്ക്കേ പറ്റുള്ളൂ. അതായത് 4 പൊസിഷനിലേ പറ്റും. പക്ഷെ ഗേൾസിൻ്റെ എണ്ണം എത്രയാണ്? 4 തന്നെ. അപ്പോൾ 4 പൊസിഷൻ ഇരുത്താൻ 4 ഗേൾസും. അപ്പോൾ 4p4 ആണ്. മീൻസ് 4 ഫാക്ടോറിയൽ ആണ്. ദെൻ നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ്സ് കിട്ടാൻ ബോയ്സിൻ്റെ 5 ഫാക്ടോറിയൽ, തുടർന്ന് ഗേൾസിൻ്റെ 4 ഫാക്ടോറിയൽ. നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ്സ് ഇൻ വിച്ച് ബോയ്സ് ആൻഡ് ഗേൾസ് ആൾട്ടർനേറ്റ് എന്ന് പറയുന്നത് 5 ഫാക്ടോറിയൽ ഇൻറ്റു 4 ഫാക്ടോറിയൽ. ഇവിടെ എല്ലാം വരുന്നത് ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിളാണ്. കാരണം 2 ഒരുമിച്ച് ചെയ്യുകയാണ്. ആദ്യം ബോയ്സിനെ അറേഞ്ച് ചെയ്തു, തുടർന്ന് ഗേൾസിനെ അറേഞ്ച് ചെയ്തു, ദെൻ 2 ഒരുമിച്ച് ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് 2ൻ്റെയും നമ്പർ ഓഫ് വേസ് കണ്ടുപിടിച്ചിട്ട് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇപ്പോൾ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് ഈ പൊസിഷനാണ്. എന്തുകൊണ്ട് ലെഫ്റ്റ് എൻഡിൽ ഇരുത്താൻ കഴിയില്ലെന്ന് വെച്ചാൽ, ലെഫ്റ്റ് എൻഡിൽ ഗേളിനെ ഇരുത്തിയാൽ അല്ലെങ്കിൽ റൈറ്റ് എൻഡിൽ ഗേളിനെ ഇരുത്തിയാൽ ഒരാൾ അവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ 3 പേരേ ഉള്ളൂ. 3 പൊസിഷനിൽ അവരെ ഇരുത്തി കഴിഞ്ഞാൽ 2 ബോയ്സ് അടുത്ത് വരും. പിന്നെ ബോയ്സ് ആൻഡ് ഗേൾസ് ആൾട്ടർനേറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് 2 ബോയ്സ് അടുത്ത് വരാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഈ 2 എൻഡ് പറ്റാത്തതും 4 പൊസിഷൻ മാത്രം പറ്റുന്നതും. നേരെ മറിച്ച് നോ 2 ഗേൾസ് ആർ ടുഗദർ എന്ന് മാത്രമേ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് എൻഡിൽ ഇരുത്താം. കാരണം ഇവിടെ 1 ഇരുത്തി, ഇവിടെ 2ാമത്തെ ആളിനെ ഇരുത്തി, ഇവിടെ 3ാമത്തെ ആളിനെ ഇരുത്തി, ഇവിടെ 4ാമത്തെ ആളിനെ ഇരുത്തി, 2 ബോയ്സ് ഒരുമിച്ച് വന്നാൽ പ്രശ്നമില്ല. കാരണം നോ 2 ഗേൾസ് ടുഗദർ എന്നേ പറയുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ 2 ബോയ്സ് ഒരുമിച്ച് വന്നാൽ പ്രശ്നമില്ല. അപ്പോൾ നമുക്ക് 2 എൻഡ് പോയിന്റിലും ഇരുത്താൻ പറ്റും. അങ്ങനെയാണെങ്കിൽ 4 അല്ല 6 പൊസിഷനുണ്ട്. ഈ ഇടയ്ക്കുള്ള 4 പൊസിഷനും 2 എൻഡുകളോട് ചേർത്ത് 6 പൊസിഷൻ വരും. 6p4 എന്നാവും. പക്ഷേ ആൾട്ടർനേറ്റ് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് 6 പൊസിഷനില്ല, 4 പൊസിഷനേ ഉള്ളൂ. അതുകൊണ്ട് 4p4 വരികയുള്ളൂ. അപ്പോൾ ഈ പ്രോബ്ലം ചെയ്യണം. ഇപ്പോൾ നമ്മൾ ഇന്ന് ചെയ്ത പ്രോബ്ലംസ് എല്ലാം തന്നെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അതായത് 3 ടൈപ്പാണ്. എല്ലാവരും ഒരുമിച്ച് വരണം, all the girls are together, പിന്നെ all the girls are not together, പിന്നെ no 2 girls are together, പിന്നെ ബോയ്സ് ആൻഡ് ഗേൾസ് മസ്റ്റ് ആൾട്ടർനേറ്റ്. ഇങ്ങനെ 4 ടൈപ്പാണ് നമ്മൾ ചെയ്തത്. നല്ലതുപോലെ ചെയ്ത് മനസ്സിലാക്കി പഠിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക്സ്.